ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചോലെ ഭട്ടൂര ഉണ്ടാക്കിയാലോ. ഇതൊരു പഞ്ചാബി ഡിഷാണ്, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയണത്. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ബലൂണ് പോലെ ഇങ്ങനെ വീർത്ത് വരുന്ന ഭട്ടൂരയും അതിനൊരു കോമ്പിനേഷൻ ഡിഷാണ് ഈ ഒരു ചോലെ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ചോലെ മസാല, അതായത് വെള്ളക്കടല കൊണ്ട് ഒരു മസാലയും കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ളൊരു ഡിഷാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒട്ടും ഫ്ലോപ്പ് ആവില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 കപ്പ് മൈദമാവാണ്. 2 കപ്പ് മൈദമാവിലേക്ക് നമുക്കൊരു 1/4 കപ്പോളം റവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഭട്ടൂര ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ താവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് റവ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ശ്രദ്ധിക്കുക, ബേക്കിംഗ് പൗഡറാണ് കേട്ടോ, ബേക്കിംഗ് സോഡയല്ല. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ തന്നെ കുക്കിംഗ് ഓയിൽ. നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം, വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. പിന്നെ വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ തൈര് വേണം. ഇനി ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം പാകത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ ആ ഒരു പരുവുണ്ടല്ലോ, ആ ഒരു പരുവത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് 1 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒട്ടും കാറ്റൊന്നും കിടക്കാത്ത രീതിയിൽ മൂടി വെച്ചിട്ട് വേണം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാൻ. ഇനി 1 മണിക്കൂർ ഇല്ലെങ്കിലും ഒരു അരമണിക്കൂർ മിനിമം വെക്കണം കേട്ടോ. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ആ ഒരു ചോലെ മസാല ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാന് ചൂടാക്കി അതിലേക്ക് ഒരു 1/4 കപ്പോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആ ഒരു എണ്ണ ചൂടായി വരുമ്പം നമുക്കതിലേക്കൊരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായി മുറിച്ചെടുത്തത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഈ ഒരു സവാള ഒരു പകുതി വഴണ്ടി വരുമ്പം അതിലേക്ക് നമുക്ക് ഒരു 2 ബേ ലീഫ്, ഈ ബേ ലീഫിൻ്റെ ഫ്ലേവർ നന്നായിട്ട് കിട്ടണം. അപ്പോൾ ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചെടുത്തതും പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്, അത് ചെറുതായിട്ട് മുറിച്ചെടുത്തതാണ്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ചെറിയ ജീരകം ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ചെറിയ ജീരകത്തിൻ്റെ ഫ്ലേവറും നന്നായിരിക്കും കേട്ടോ ഈ ഒരു കറിക്ക്. പിന്നെ നമുക്കൊരു 2 ടീസ്പൂൺ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ, അതിന് നല്ലൊരു കളറും കിട്ടും. അപ്പോൾ ഞാനൊരു കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട് ആ എണ്ണയൊക്കെ നല്ല പോലെ ഇങ്ങനെ തെളിഞ്ഞ് വരുമല്ലോ, അത് വഴറ്റി വന്ന് അതിൻ്റെ ആ ഒരു പച്ചമണക്കം മാറിയിട്ട് ആ ഒരു സമയത്ത് നമുക്ക് ഒരു വലിയ തക്കാളി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഒന്ന് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തതാണ്. അത് നമുക്ക് ഈ മസാലക്കൂട്ടിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു തക്കാളിക്ക് ഉണ്ടാവുമല്ലോ ഒരു പച്ച ചൊവ്വ, അതൊന്ന് മാറി കിട്ടണം. ഏകദേശം ഒരു 5 മിനിറ്റോളം നമുക്കിത് ഇതുപോലെ തന്നെ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം ഒന്നിങ്ങോട്ട് വറ്റി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു തക്കാളി അടിച്ചെടുത്ത മിക്സിയുടെ ജാറുണ്ടല്ലോ, അതിലേക്ക് ഒരു 1.5 കപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചുഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇനി ഈ വെള്ളം കൂടെ ഒന്ന് തിളക്കണമല്ലോ, അപ്പോൾ മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അതൊന്ന് തിളച്ച് വരുമ്പം നമുക്കിതിലേക്ക് കടല ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളക്കടല തലേ ദിവസം ഞാനിത് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്, അത് നന്നായിട്ട് വേവിച്ചെടുത്തു. 1 കപ്പ് വെള്ളക്കടലയ്ക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് നന്നായിട്ട് വേവിച്ചെടുത്തത്. അപ്പോൾ ഈ ഒരു വെള്ളത്തോടുക്കനെ തന്നെയാണ് ഈ കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ ചേർന്ന് വന്നപ്പോൾ ഇത്തിരി വെള്ളം കൂടുതലായില്ലേ, അപ്പോൾ ഇത്ര വെള്ളം വേണം. നമുക്കിതിനി വറ്റിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്, എങ്കിലേ ആ ഒരു മസാലയൊക്കെ ആ കടലയിൽ പിടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു അരമണിക്കൂർ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് നന്നായിട്ട് വറ്റിച്ചെടുക്കാൻ. അപ്പോൾ ഒരു ഗ്രേവി പോലെ ഒരു തിക്കായിട്ടുള്ളൊരു മസാല ഗ്രേവിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് വേറെ സ്റ്റൗവിലേക്ക് മാറ്റിയിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വെക്കുക കേട്ടോ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഭട്ടൂര ഉണ്ടാക്കിയെടുക്കാം. ഭട്ടൂര ഉണ്ടാക്കാനായിട്ട് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് ഒന്നും കൂടെ കുഴച്ചെടുത്തതിന് ശേഷം പൂരിനേക്കാളും ഇരട്ടി വലുപ്പത്തിൽ വേണം ഉരുളകൾ എടുക്കാനായിട്ട്. അപ്പോൾ ഒരു ഇത്തിരിയും കൂടെ കട്ടിയിലാണ് കേട്ടോ നമ്മളിത് പരത്തിയെടുക്കുക. കണ്ടോ, ഈ ഒരു തിക്നെസ് വേണം നമ്മുടെ ഈ ഒരു ഭട്ടൂരക്ക്, എങ്കിലേ നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. അപ്പോൾ നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് എണ്ണ ചൂടാക്കിയിട്ട്
മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഇത് ഫ്രൈ ചെയ്യാൻ, എങ്കിലേ നന്നായിട്ട് ഇതുപോലെ പൊങ്ങി വരുള്ളൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടില്ല ഭട്ടൂര തന്നെ കിട്ടും ഈ ഒരു അളവിൽ തന്നെ ഉണ്ടാക്കിയെടുത്താൽ. അപ്പോൾ ഭട്ടൂര എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചോല മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടെയുള്ള മസാല. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും അതുപോലെ തന്നെ ഒരു 3/4 കപ്പോളം മല്ലിയില ചെറുതായിട്ട് മുറിച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു മല്ലിയിലയുടെ അളവൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോല മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഭട്ടൂര റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഭട്ടൂരയും അതുപോലെ തന്നെ ചോല മസാലയും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ പറയുക. അപ്പോൾ ഇനി വീണ്ടും പുതിയ നല്ല റെസിപ്പീസുമായി കാണാം. അതുവരെ താങ്ക് യു.